ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഗ്രോ ആപ്പ് പൊതുവെ നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ബ്രോക്കറാണ് ഗ്രോ ആപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഗ്രോ ആപ്പ് ഒരു സ്കാം റിലേറ്റഡ് ആയിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ സ്കാമിന് പിന്നിൽ എന്താണ് സംഭവിച്ചതെന്നും ആ സ്കാം എന്തുകൊണ്ടാണ് ഉണ്ടായതെന്നുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. സത്യത്തിൽ നമ്മളെല്ലാവരും സൗജന്യമായി എന്ത് ലഭിച്ചാലും അത് വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്ന ആളുകളാണ്. പൊതുവെ എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഈ ഒരു കാര്യം നമ്മൾ നിത്യവും ഉപയോഗിക്കുന്ന നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ആപ്ലിക്കേഷനുകളുടെ കാര്യത്തിലേക്ക് വന്നാലും ഇതേ സെയിം കാര്യം തന്നെയാണ്. ഫ്രീ ആയിട്ട് കിട്ടുന്ന ആപ്ലിക്കേഷൻസാണ് നമ്മൾ കൂടുതലും ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യുന്നത്. പേയ്മെൻറ്റ് ചെയ്ത് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസ് വളരെ ചുരുക്കം ചില ആപ്ലിക്കേഷൻസ് മാത്രമേ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാറുള്ളൂ. അങ്ങനെ തന്നെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകളിലും നമ്മൾ വെക്കുന്ന കാഴ്ചപ്പാട്. നമുക്ക് ഫ്രീ ആയി ലഭിക്കുന്ന സൈറ്റുകൾ അല്ലെങ്കിൽ ആപ്ലിക്കേഷനുകളായിരിക്കും നമ്മൾ കൂടുതലായി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനും ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നോൺ പെയ്ഡ് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഗ്രോ, കുവേര അങ്ങനെയുള്ള നോൺ പെയ്ഡ് ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ കൂടുതൽ ആളുകളും ഇൻവെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇതിലൂടെയൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഏക മാനദണ്ഡം ഒന്ന് മാത്രമാണ്. ഒരുപാട് ആളുകൾ ചെയ്യുന്നു, അതുകൊണ്ട് തന്നെ ഇത് മുന്നോട്ട് പോകും, പെട്ടെന്ന് തകർന്നു പോവില്ല എന്നൊരൊറ്റ വിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മളെല്ലാവരും ഇതുപോലുള്ള നോൺ പെയ്ഡ് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്ത് ഇൻവെസ്റ്റ്മെൻറ്റ് മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ സ്റ്റോക്കിൽ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സിൽ അല്ലെങ്കിൽ ഇൻഷുറൻസിൽ ഒക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെയാണ്. പിന്നെ കൂടാതെ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ സെബിയുടെ അണ്ടറിൽ വരുന്ന ബ്രോക്കറാണ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ആണ് എന്നുള്ള ഒരു കൺസേൺ നമുക്കിവിടെ ഉണ്ടാവും. ഇപ്പോൾ ഗ്രോ ആപ്പ് ഒരു സ്കാം റിലേറ്റഡ് അല്ലെങ്കിൽ സ്കാം റിപ്പോർട്ട് ചെയ്ത് ഒരു കരിനിഴൽ വീണ് നിൽക്കുന്ന സാഹചര്യമാണ് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഗ്രോ ആപ്പ് യൂസ് ചെയ്ത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയ ഒരു ഇൻവെസ്റ്റർക്ക് ഉണ്ടായ ദുരനുഭവമാണ് അയാളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി പങ്കുവച്ചത്. അതെന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ ഗ്രോ ആപ്പിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയ ആ വ്യക്തിയുടെ പോസ്റ്റ് നമുക്കൊന്ന് പരിശോധിക്കാം. 2020 പരാഗ് പരീഖ് എന്ന മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത വ്യക്തി 2024 അത് റെഡീം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അങ്ങനെ ഒരു പോർട്ട്ഫോളിയോ ജനറേറ്റ് ആയിട്ടില്ല എന്നാണ് ഗ്രോ ആപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഇൻവെസ്റ്റർക്ക് ലഭിച്ച മറുപടി. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അദ്ദേഹം 2020 പരാഗ് പരീഖ് എന്ന മ്യൂച്വൽ ഫണ്ടിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. 2024 4 വർഷങ്ങൾക്ക് ശേഷം ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മെച്ചറാകുകയും അദ്ദേഹത്തിന് അതിൽ പ്രോഫിറ്റ് ലഭിക്കുകയും ഉണ്ടായി. അപ്പോൾ ആ പ്രോഫിറ്റും അദ്ദേഹത്തിൻ്റെ മുടക്കുമുതലും വിഡ്രോ ചെയ്യാനായി അദ്ദേഹം ഗ്രോ ആപ്പിൽ നോക്കിയപ്പോഴത്തേക്കും അങ്ങനെ ഒരു പോർട്ട്ഫോളിയോ ജനറേറ്റ് ആയിട്ടില്ല എന്നാണ് ഗ്രോ ആപ്പിൻ്റെ സൈഡിൽ നിന്നുള്ള റിപ്ലൈ. പലതവണ കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്തെങ്കിലും ഒരു ഫലവും കണ്ടില്ല. അദ്ദേഹം പലതവണ കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്തിട്ട് തൻ്റെ ഇഷ്യൂ അവരോട് ഷെയർ ചെയ്തു, പക്ഷേ ഒരു ഫലവും അവിടെ ഉണ്ടായില്ല. അവരെല്ലാം നെഗറ്റീവായിട്ട് തന്നെയായിരിക്കും അദ്ദേഹത്തിന് റിപ്ലൈ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഈ വിവരങ്ങളെല്ലാം വെച്ച് അദ്ദേഹത്തിൻ്റെ ലിങ്ക്ഡിൻ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടു. ഈ പോസ്റ്റ് ഇട്ടത് മാത്രമേ ഗ്രോ ആപ്പിന് ഓർമ്മയുള്ളൂ. അപ്പോഴേക്കും ഈ ഒരു ന്യൂസ് കാട്ടുതീ പോലെ പടർന്ന് വൈറലായി. അങ്ങനെ മണിക്കൂറുകൾ കൊണ്ട് ഗ്രോ ആപ്പിൻ്റെ സംഘം അല്ലെങ്കിൽ ഗ്രോ ആപ്പിൻ്റെ ആളുകൾ ഇദ്ദേഹത്തെ കോണ്ടാക്റ്റ് ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ എമൗണ്ട് റെഡീം ചെയ്ത് കൊടുക്കാമെന്ന് ഉറപ്പ് നൽകുകയും അതോടൊപ്പം തന്നെ അവർ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടൊരൊറ്റ കാര്യമുള്ളൂ, സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം ഷെയർ ചെയ്ത പോസ്റ്റ് പിൻവലിക്കണമെന്ന് ഒറ്റ റിക്വസ്റ്റായിരുന്നു ഗ്രോ ആപ്പിൻ്റെ സൈഡിൽ നിന്നും ഉണ്ടായത്. നിങ്ങളിവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അദ്ദേഹം 2020 ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. 2024 ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മെച്ചറാകുകയും അതിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യുകയും ചെയ്തൊരു വ്യക്തി ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺ എടുക്കാൻ ശ്രമിച്ചപ്പോൾ അങ്ങനെ ഒരു പോർട്ട്ഫോളിയോ ജനറേറ്റ് ആയിട്ടില്ല എന്ന് പറഞ്ഞ് പലതവണ പറഞ്ഞ ഒരു കമ്പനി ഈ ഒരു സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിൻ്റെ അനുഭവം പങ്കുവെച്ചപ്പോൾ അവരുടെ തീരുമാനത്തിൽ അല്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യങ്ങളിൽ വന്ന മാറ്റങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെ ഒരു വിഷയം ഗ്രോ ആപ്പിൻ്റെ സൈഡിൽ നിന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തികച്ചും വലിയൊരു തെറ്റ് തന്നെയാണ്. അതിനവർ ആ വ്യക്തിയോടും എല്ലാവരോടും അല്ലെങ്കിൽ ആ ഗ്രോ ആപ്പിൻ്റെ കസ്റ്റമേഴ്സിനോടൊക്കെ അവർ പൊതുവെ ഒരു ക്ഷമാപണം നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് അല്ലെങ്കിൽ വളരെ അനിവാര്യമാണ്. കാര്യം ഒരിക്കലും നമുക്ക് ഗ്രോ ആപ്പിനെ ന്യായീകരിക്കാൻ സാധിക്കില്ല, ഒരിക്കലും സാധിക്കില്ല. ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ നിങ്ങളുടെയൊക്കെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു ചോദ്യം ഇതാണ്, ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കാമോ? സ്വാഭാവികമായിട്ടും എനിക്ക് പറയാനുള്ള മറുപടിയും വളരെ സിമ്പിളാണ്.
ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്നു, അതോടൊപ്പം ഞാനും ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു അടിസ്ഥാനം. നമ്മൾ ഒരുപാട് ആളുകൾ വിശ്വസിച്ച് ഉപയോഗിക്കുന്നു എന്നതുകൊണ്ട് നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ്റെ പുറത്തൊരു വിശ്വാസം വെച്ച് അതിലൂടെ ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം എന്നതൊഴിച്ചാൽ വേറൊരു മാനദണ്ഡം അവിടെ നമുക്ക് വെക്കാനായിട്ടില്ല. പക്ഷെ അങ്ങനെയല്ല. ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസുകൾ ത്രൂ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിന് മുമ്പ് ആ കമ്പനിയുടെ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി അന്വേഷിക്കുക, ഒരു ആപ്ലിക്കേഷൻ്റെ സുതാര്യത മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു അന്വേഷണം നടത്തുക. അതിനുശേഷം മാത്രം സ്വന്തം റിസ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ആളുകളോട് എനിക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്കൊരു പ്രിക്കോസിഷൻ എന്നുള്ള നിലയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്, നിങ്ങൾ ഇപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മ്യൂച്വൽ ഫണ്ട്സിലോ അല്ലെങ്കിൽ ഇൻഷുറൻസിലോ അല്ലെങ്കിൽ സ്റ്റോക്കിലോ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ പോർട്ട്ഫോളിയോ ജനറേറ്റ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് SMS നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ കൺസോളിഡേറ്റ് ആയിട്ടുള്ള ഇമെയിൽ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഇനി അഥവാ ഇമെയിൽ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നില്ല എങ്കിൽ അത് കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്ത് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരുന്ന പ്രക്രിയ ആക്ടിവേറ്റ് ചെയ്യാൻ നിങ്ങൾ എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ ഇതുപോലുള്ള ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് പ്രിക്കോസിഷൻസ് എടുക്കുന്നത് എപ്പോഴും വളരെയധികം ബെറ്റർ ആയിരിക്കും. നമ്മൾ സാധാരണക്കാരെല്ലാവരും ഇതുപോലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകൾ ചെയ്യുന്നത് പ്രധാന ഉദ്ദേശം നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും ഒക്കെ നിറവേറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലുള്ള ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ച് അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ നമ്മൾ നടത്തുമ്പോൾ ശരിക്കും ആ ഒരു കമ്പനിയുടെ ബാക്കപ്പ് അല്ലെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ്റെ ബാക്കപ്പുകളെ പറ്റി നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു കമ്പനിയുടെ സുതാര്യത എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയ ശേഷം മാത്രം വേണം ഇതുപോലുള്ള ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ച് ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്താൻ. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായി മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരമായി എന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നവരെ ദിസ് ഇസ് സൈനിങ് ഓഫ് മാഹിൻ. ബൈ.